types of sets. We have different types of sets. അതാ ഏതൊക്കെയാണെന്നും അതിന്റെ ഡെഫിനിഷനും എക്സാമ്പിൾ ഒക്കെ നോക്കാം. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെറ്റ് ഇസ് എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റിന് വേറൊരു പേരും കൂടിയുണ്ട്, നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയും. എംപ്റ്റി സെറ്റ് ഇതിന്റെ മീനിങ് എന്താണെന്നുള്ളത് ആ വേർഡിൽ തന്നെ ഉണ്ട്. എ സെറ്റ് വിച്ച് ഹാസ് നോ എലമെന്റ്സ് ഈസ് കോൾഡ് എ എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്. ഒരു എലമെന്റ് പോലും ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ എംപ്റ്റി സെറ്റ് അഥവാ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു എലമെന്റ് പോലും ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് സെറ്റ് ആകുന്നത് എന്ന്. ഇത് നമ്മൾ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പം 0 എന്ന നമ്പറിനെ പഠിക്കുന്നത് പോലെയാണ്. അപ്പൊ 0ക്ക് ഒരു വാല്യൂ ഇല്ല. 0 ഏതെങ്കിലും നമ്പറിന്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ് അതിന് വാല്യൂ ഉള്ളത്. 0 ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് വാല്യൂ ഇല്ല. പക്ഷേ 0ക്ക് അതിൻ്റെതായിട്ടുള്ള സ്ഥാനവുമുണ്ട്. അതേപോലെ തന്നെയാണ് എംപ്റ്റി സെറ്റ് സെറ്റുകളുടെ ഇടയിൽ. ഓക്കെ, സോ നമുക്ക് അതിന് എക്സാമ്പിൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനു മുമ്പ് എംപ്റ്റി സെറ്റ് ഡിനോട്ട് ചെയ്യാൻ നമ്മളൊരു സിമ്പൽ യൂസ് ചെയ്യും. ഈ സിമ്പലിന് നമ്മൾ പറയുക ഫൈ എന്നാണ് വായിക്കുക. അതേപോലെ ഇങ്ങനെ 2 ബ്രേസസ് മാത്രം ഇട്ടാലും അതിന്റെ അർത്ഥം ദാറ്റ് സെറ്റ് ഇസ് എംപ്റ്റി എന്നാണ്. അതിനുള്ളിൽ ഒരു എലമെന്റ്സും ഇല്ല. മിക്ക കുട്ടികളും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞിട്ട് 0 എന്ന് എഴുതി വെക്കും. ഇത് റോങ് ആണ്. 0 ഒരു എലമെന്റ് ആണ്. 0 ഒരു നമ്പർ, ഇറ്റ്സ് ആൻ ഇന്റിജർ ആണ്. സോ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ സെറ്റിൽ ഒരു എലമെന്റ് ഉണ്ട്, അത് 0 എന്നാണ്. ഇത് എംപ്റ്റി അല്ല. എംപ്റ്റി സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്യും. അതേപോലെ 2 ബ്രേസസ് മാത്രം ഇട്ടാലും നമുക്ക് എംപ്റ്റി സെറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. സോ എപ്പോഴും നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന എംപ്റ്റി സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ ലെറ്റർ ആണ്, ഫൈ. ഓക്കെ, നൗ നമുക്ക് അതിന്റെ എക്സാമ്പിൾസിലേക്ക് പോകാം. എക്സാമ്പിൾസ് ഓഫ് എംപ്റ്റി സെറ്റ്സ്. ഫസ്റ്റ് വൺ, ഒരു സെറ്റ് തന്നിട്ടുണ്ട്. A is equal to x such that 1 less than x less than 2. X is a natural number. So ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ what do you get? Here x is a natural number and x is in between the numbers 1 and 2. 1നും 2നും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ ആണ് x. നമുക്കറിയാം 1നും 2നും ഇടയിൽ നാച്ചുറൽ നമ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല. So ഈ സെറ്റ് is empty സെറ്റ് ആണ്. So we can write A is equal to 5. A is equal to 5 എന്ന് പറഞ്ഞാൽ എന്താ? A is an empty set. ഈ സെറ്റിൽ ഒരു എലമെന്റ്സും ഇല്ല എന്ന് അർത്ഥം. Okay, next example. B is equal to x such that x square minus 2 is equal to 0 and x is a rational number. x square minus 2 is equal to 0 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റാഷണൽ നമ്പർ ആണ് x. We know that rational number means p by q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പർ എന്ന് എഴുതുന്നത്. സോ x സ്ക്വയർ മൈനസ് 2 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെ വരാം? എക്സ് സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് 2. ഈ -2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +2 ആവും. സോ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെ വരാം? ഏതൊക്കെ നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് 2 വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടത്. +√2ന്റെയും വരാം, അല്ലെങ്കിൽ -√2ന്റെയും വരാം. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് √2 ഈസ് നോട്ട് എ റാഷണൽ നമ്പർ. √2 ഈസ് കോൾഡ് ഇറാഷണൽ നമ്പർ. സോ എക്സിന്റെ വാല്യൂസ് ഈ ഇക്വേഷനിൽ വരുന്നത് +√2 അല്ലെങ്കിൽ -√2 ആണ്. ഇത് രണ്ടും റാഷണൽ നമ്പർ അല്ല. സോ ഇവിടെ നമുക്ക് ഒരു റാഷണൽ നമ്പർ സൊല്യൂഷൻ ആയിട്ട് കിട്ടില്ല, എക്സിന് കിട്ടില്ല. സോ ഈ സെറ്റില് ഒരു എലമെന്റ്സും ഇല്ല. സോ ദാറ്റ് മീൻസ് ദിസ് സെറ്റ് ഈസ് എംപ്റ്റി സെറ്റ്. B is equal to 5. Next set, C is equal to x such that x is an even prime number greater than 2. സോ രണ്ടിന് മുകളിലുള്ള, രണ്ടിനേക്കാളും വലുതായ ഈവൻ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. സോ പ്രൈം നമ്പർ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് 1ഉം അതേ നമ്പറുമായാൽ ആ നമ്പറുകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ 2ഉം 3 പ്രൈം നമ്പർ ആണ്, 5 പ്രൈം നമ്പർ ആണ്, 7 പ്രൈം നമ്പർ ആണ്, 11 പ്രൈം നമ്പർ ആണ്, 13 പ്രൈം നമ്പർ ആണ്, 17 പ്രൈം നമ്പർ ആണ്. ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും പ്രൈം നമ്പേഴ്സിനെ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ നമുക്കുള്ളൂ, അത് 2 ആണ്. 2വിന് മുകളിലുള്ള ഏത് ഈവൻ നമ്പർ എടുത്താലും ദ ഈവൻ നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2. സോ അതില് അവയൊന്നും പ്രൈം നമ്പർ ആവില്ല. കാരണം എന്തായാലും 2 ആ നമ്പേഴ്സിന്റെ ഒക്കെ ഫാക്ടർ ആണ്.
1 ആ നമ്പറിന്റെ ഫാക്ടർ ആണ്, അതേ നമ്പറും ആ നമ്പറിന്റെ ഫാക്ടർ ആയിട്ട് വരും. സോ ആ നമ്പേഴ്സ് ഒന്നും പ്രൈം നമ്പേഴ്സ് അല്ല. സോ 2വിനേക്കാളും വലിയ ഒരു ഈവൻ പ്രൈം നമ്പർ ഇല്ല. സോ വി ക്യാൻ റൈറ്റ് C is an empty set. C is equal to 5. The last example, D is equal to x such that x square is equal to 4, x is odd. ഒരു നമ്പറിന്റെ സ്ക്വയർ 4 ആണെങ്കിൽ ആ നമ്പർ ഒരു ഓഡ് നമ്പർ ആകുമോ? ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 4? നമുക്കറിയാം എക്സ് സ്ക്വയർ 4 ആണെങ്കിൽ എക്സിലെ വാല്യൂ വരുന്നത് +2ഉം -2 ആണ്. 2ന്റെ സ്ക്വയർ ആണ് 4, അതേപോലെ -2ന്റെ സ്ക്വയർ ആണ് 4. 2ഉം -2ഉം ഓഡ് നമ്പേഴ്സ് ആണ്. സോ എക്സ് സ്ക്വയർ 4 ആണെങ്കിൽ എക്സ് ഒരു ഓഡ് നമ്പർ ആകില്ല. സോ ഇവിടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എലമെന്റ് പോലും ഈ സെറ്റിനകത്തില്ല. സോ വി ക്യാൻ റൈറ്റ് D is an empty set. D is equal to 5. Exercise 1.2 question number 1. Which of the following are examples of the null set? അപ്പൊ null set എന്ന് പറഞ്ഞാൽ empty set തന്നെയാണ്. സോ തന്നിരിക്കുന്ന എക്സാമ്പിളുകളിൽ empty set, null സെറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. So the first set is set of odd natural numbers divisible by 2. We know that odd natural numbers are not divisible by 2. So there is no odd natural number which is divisible by 2. അല്ലെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ സംഖ്യകളും ഒരു ഓഡ് നമ്പേഴ്സും ഇല്ല. സോ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നൾ സെറ്റ്. സോ ദിസ് ഇസ് എ നൾ സെറ്റ്. ഇതിലെ ഒരു എലമെന്റ്സും ഇല്ല. സോ ദിസ് സെറ്റ് ഇസ് നൾ. നെക്സ്റ്റ് വൺ, സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടതാണ് ഈവൻ പ്രൈം നമ്പർ ആയിട്ട് നമുക്ക് ഒരു നമ്പറേ ഉള്ളൂ, അത് 2 ആണ്. 2 ഈസ് ആൻ ഈവൻ പ്രൈം നമ്പർ. ദാറ്റ് മീൻസ് ദിസ് സെറ്റ് കണ്ടെയ്ൻസ് 1 element, that is 2. സോ ഒരു എലമെന്റ് എങ്കിലും ഒരു സെറ്റിനകത്ത് ഉണ്ടെങ്കിൽ അത് എംപ്റ്റി സെറ്റ് ആവില്ല. സോ ദിസ് സെറ്റ് ഇസ് നോട്ട് എ നൾ സെറ്റ്. ദിസ് ഇസ് നോട്ട് എ നൾ സെറ്റ്. Third set, x such that x is a natural number, x less than 5 and x greater than 7. ഒരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കണം നമുക്ക്. അത് 5നേക്കാളും ചെറുതായിരിക്കണം, 7നേക്കാളും വലുതായിരിക്കണം. Can you find such a natural number? There is no natural number which is less than 5 as well as greater than 7. So this is a null set. Okay, ഇതിൽ ഒരു എലമെന്റ് പോലും ഈ സെറ്റിനകത്ത് ഇല്ല. 5നേക്കാളും ചെറുതും 7നേക്കാളും വലുതുമായ ഒരു നാച്ചുറൽ നമ്പർ ഇല്ല. സോ വി സേ ദിസ് ഇസ് എ null set. ഇതിൽ ഒരു എലമെന്റ് നമുക്ക് എഴുതാൻ പറ്റില്ല. സോ ദിസ് സെറ്റ് ഇസ് empty. This is a null set. Next set, y such that y is a point common to any two parallel lines. പാരലൽ ലൈൻസ്, 2 പാരലൽ ലൈൻസ് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം 2 പാരലൽ ലൈൻസ് നെവർ മീറ്റ് അറ്റ് എ ഫൈനൈറ്റ് പോയിന്റ്. 2 പാരലൽ ലൈൻസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യില്ല. സോ ഈ 2 ലൈൻസിനും കോമൺ ആയിട്ട് പോയിന്റ്സ് ഉണ്ടോ? ഇല്ല. നമ്മളോട് y എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ്. അങ്ങനെ കോമൺ ആയിട്ടുള്ള പോയിന്റ് പാരലൽ ലൈൻസിൽ ഉണ്ടാവില്ല. സോ ദിസ് സെറ്റ് ഇസ് null set. This is a null set. Second type of set, finite set. രണ്ടാമത്തെ ടൈപ്പാണ്. നമ്മൾ ആദ്യം പഠിച്ചു empty set or null set എന്താണെന്ന് പഠിച്ചു, അതിന്റെ എക്സാമ്പിൾസും കണ്ടു. രണ്ടാമത്തെ ടൈപ്പ് സെറ്റ് ആണിത് finite set. A set which is empty or consists of a definite number of elements is called finite set. എംപ്റ്റി സെറ്റിന് നമ്മൾ പറയുന്ന പേര്, എംപ്റ്റി സെറ്റിനെ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ അതിൽ കറക്റ്റ് ഇത്ര എണ്ണം എലമെന്റ്സ് ഉണ്ടെങ്കിലാണ് ആ സെറ്റിനെ നമ്മൾ എന്ത് പറയാ, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയൊരു എക്സാമ്പിൾ തരികയാണ്. ഒരു സെറ്റ് തന്നു 1 2 3 4 എന്ന് തന്നു. ഈസ് ഇറ്റ് എ ഫൈനൈറ്റ് സെറ്റ്? ഒരു സെറ്റ് ഫൈനൈറ്റ് സെറ്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാ അത് മനസ്സിലാക്കുക? ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് എണ്ണാൻ കഴിയുമെങ്കിൽ ആ സെറ്റ് ഫൈനൈറ്റ് സെറ്റ് ആണ്.
എണ്ണാൻ കഴിയില്ല എങ്കിൽ 1 2 3 4 എക്സെട്ര എന്ന് തന്നാൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. സോ ദിസ് സെറ്റ് ഇസ് നോട്ട് ഫൈനൈറ്റ് ആൻഡ് ദിസ് സെറ്റ് ഇസ് ഫൈനൈറ്റ്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം. W is equal to set of the days of the week. നമുക്ക് W എന്ന സെറ്റിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് എണ്ണാൻ കഴിയും. ബിക്കോസ് നമുക്കറിയാം ഒരു വീക്കില് 7 ഡേയ്സ് ആണുള്ളതെന്ന് നമുക്കറിയാം. അപ്പൊ കറക്റ്റ് ഒരു എണ്ണം, ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് കിട്ടും അവിടെ. സോ ദിസ് സെറ്റ് ഇസ് ഫൈനൈറ്റ് സെറ്റ് ആണ്. ഇതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, S is equal to set of solutions of the equation x square minus 16 is equal to 0. സോ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാ വരിക? എക്സ് സ്ക്വയർ മൈനസ് 16 0 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ 16 ആണ്. സോ എക്സ് ഏതൊക്കെ വരും? +4 ആകാം, -4 ആകാം. അപ്പൊ ഈ സെറ്റിനെ, തന്നിരിക്കുന്ന സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ അതിൽ എലമെന്റ്സ് എഴുതുക 4, -4 എന്നാണ്. ഇതിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ആണോ ഉള്ളത്? നമുക്ക് എണ്ണാൻ പറ്റുന്ന എലമെന്റ്സ് ആണ്. 2 എണ്ണമാണുള്ളത്. ഒരു ഡെഫിനിറ്റ് നമ്പർ നമുക്ക് ഇവിടെ കിട്ടി. എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ കഴിയുന്നുണ്ട്. സോ ദിസ് സെറ്റ് ഇസ് ഫൈനൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 8. 3നും 8നും ഇടയ്ക്കുള്ള ഓൾ നമ്പേഴ്സ്. ഓൾ നമ്പേഴ്സ് ആർ ദ നാച്ചുറൽ നമ്പേഴ്സ് ഓൾസോ ഇൻക്ലൂഡിംഗ് 0. സോ 3നും 8നും ഇടയ്ക്കുള്ള ഓൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4, 5, 6, 7. സോ ഈ സെറ്റിനെ നമുക്ക് ഇങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ വി ക്യാൻ സേ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ്. എത്ര നമ്പർ ഉണ്ട്? 4 എലമെന്റ്സ് ആണുള്ളത്. സോ ദർ ഇസ് എ ഡെഫിനിറ്റ് നമ്പർ. സോ ദിസ് സെറ്റ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇങ്ങനെ എണ്ണാൻ കഴിയാത്ത സെറ്റുകളെയാണ് നമ്മൾ അടുത്ത ടൈപ്പിൽ പഠിക്കാൻ പോകുന്നത്, ഇൻഫൈനൈറ്റ് സെറ്റ്സ്. Third type of sets ആണ് infinite set. A set having an infinite number of elements is called an infinite set. A set which is not finite is called an infinite set. ഒരു സെറ്റ് കിട്ടുമ്പോൾ അത് ഫൈനൈറ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. ഫൈനൈറ്റ് ആണെങ്കിൽ that set is finite, otherwise it is called infinite set. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. A is equal to set of all numbers. സോ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുക, നമ്മൾ അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതി നോക്കും. എന്നിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് ആണ്, അല്ലെങ്കിൽ ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് ആണ്. സോ ഇതിനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. ഇതിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എന്താ പറയുക? ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് 0 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ 0 മുതൽ തുടങ്ങുകയാണെങ്കിൽ 0, 1, 2, 3, 4 എക്സെട്ര. അപ്പൊ ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ട് ഇതില്? എണ്ണാൻ പറ്റില്ല. സോ ദിസ് സെറ്റ് ഇസ് നോട്ട് ഫൈനൈറ്റ്, ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ് സെറ്റ്. ദിസ് ഇസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. സെറ്റ് ഓഫ് പോയിന്റ്സ് ഓൺ എ ലൈൻ. B is equal to set of points on a line. So when we represent a set in the roster form, we write all the elements of the set within braces. But sometimes it is not possible to write all the elements of an infinite set within braces. Okay, so each set of points on a line, ഒരു ലൈനില് പോയിന്റ്സ്, ഒരു ലൈനിൽ എത്ര പോയിന്റ്സ് ഉണ്ട്, എത്ര എണ്ണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ കഴിയും. ഓർത്ത് വെക്കണം, all infinite sets cannot be described in the roster form. സോ ഇവിടെ നമുക്കറിയാം ഒരു ലൈനിൽ എത്ര പോയിന്റ്സ് ഉണ്ട് നമുക്ക് എണ്ണാൻ പറ്റില്ല. ഒരുപാട്, ഇതിന്റെ ഞാൻ 2 പോയിന്റ് ഇവിടെ ഇട്ടു, അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു പോയിന്റ് ഇടാം, ഈ 2 പോയിന്റിന്റെ ഇടയ്ക്കും എനിക്കൊരു പോയിന്റ് ഇടാം. അങ്ങനെ ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്, എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ദിസ് സെറ്റ് ഇസ് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഈ സെറ്റിനെ, തൊട്ട് മുന്നത്തെ സെറ്റിനെ എനിക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ കഴിഞ്ഞു, എന്നാൽ ഈ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ കഴിയില്ല. ബിക്കോസ് ദ എലമെന്റ്സ് ഓഫ് ദിസ് സെറ്റ് ഡു നോട്ട് ഫോളോ എനി പെർട്ടിക്കുലർ പാറ്റേൺ. ഇതിൽ നമ്മൾ അറിയാം ഓരോന്നും എന്ത് നമ്പേഴ്സ് ആണ്. ഇവിടെ നമ്മൾ പോയിന്റിന്റെ കേസിൽ നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയില്ല. സോ ഇത് രണ്ടും ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇൻഫൈനൈറ്റ് സെറ്റിൽ ചിലത് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം, ഈ എക്സെട്ര എന്നിട്ടിട്ട് 3 ഡോട്ട് ഇട്ടിട്ട് എഴുതാൻ പറ്റും. എന്നാൽ ചില സെറ്റുകളെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ കഴിയില്ല. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. C is equal to set of prime numbers. അപ്പൊ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എഴുതുമ്പോൾ നമുക്ക്
C is equal to ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. 2, 3, 5, 7 പിന്നെ 11 അങ്ങനെ പോകും. അതും നമുക്ക് കാണാം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. എത്ര എണ്ണമുണ്ട് എന്ന് നമുക്കറിയില്ല. സോ നമുക്ക് പറയാൻ കഴിയില്ല. സോ ദിസ് സെറ്റ് ഇസ് നോട്ട് ഫൈനൈറ്റ്, ഇറ്റ് ഇസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. Example 6, page number 7. State which of the following sets are finite or infinite. ഇവിടെ നമുക്ക് കുറച്ച് സെറ്റുകൾ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. സോ സെറ്റ് ബിൽഡർ ഫോമിൽ തന്ന സെറ്റുകളെ എന്ത് ചെയ്യാം? റോസ്റ്റർ ഫോമിൽ എഴുതുക. അപ്പൊ സെറ്റ് എം ടി ആയാലും സെറ്റിനകത്ത് ഉള്ള എലമെന്റ്സിന് ഡെഫിനിറ്റ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്കത് ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയാം. അല്ലാത്തവേ നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. കണ്ടിന്യൂ ചെയ്തു പോകുന്ന സെറ്റ് എലമെന്റ്സ് ആണെങ്കിൽ ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയും. ഇനി റോസ്റ്റർ ഫോമിൽ എഴുതാൻ കഴിയാത്ത സെറ്റുകൾ ഉണ്ടാവും, അതിനെ നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്നാണ് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ സെറ്റിലേക്ക് പോകാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. സോ എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഒരു ഇതിന് നമ്മൾ വായിക്കുക എക്സ് ബിലോങ്സ് ടു എൻ എന്നാണ്. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. അതേപോലെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 0യും ആകണം. അങ്ങനെ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഈ സെറ്റിന് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. സോ നമുക്കറിയാം ഇവിടെ രണ്ട് ഫാക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടേം എന്തായാലും എന്തായിരിക്കണം? 0 ആയിരിക്കണം. എക്സ് മൈനസ് 1 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ വരിക? 1. അപ്പൊ എക്സിന്റെ ഈ ഒരു ഇക്വേഷനിൽ എക്സിന്റെ ഒരു സൊല്യൂഷൻ കിട്ടി 1. എക്സ് മൈനസ് 2 0 ആണെങ്കിൽ എക്സ് എന്താവണം? 2 ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയ രണ്ട് നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1ഉം 2ഉം മാത്രമാണ് ഈ സെറ്റിലെ എലമെന്റ്സ്. കറക്റ്റ് 2 എലമെന്റ്സ് ഉണ്ടെന്ന് പറയാം. ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണുള്ളത്. സോ ദിസ് സെറ്റ് ഇസ് ഫൈനൈറ്റ്. ദിസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. അടുത്ത സെറ്റിലേക്ക് പോകാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ് ഇവിടെ എഴുതേണ്ടത്. എക്സ് സ്ക്വയർ 4 ആണെങ്കിൽ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാ വരിക? +2ഉം ആകാം -2ഉം ആകാം. അപ്പൊ 2ഉം -2ഉം ആണ്. ഇതില് 2 മാത്രമാണ് നാച്ചുറൽ നമ്പർ, -2 നാച്ചുറൽ നമ്പർ അല്ല. ഓക്കെ, സോ ഈ സെറ്റിനകത്ത് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ഒരേ ഒരു എലമെന്റ് വരുള്ളൂ, 2. സോ ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? ഒരു എലമെന്റ് ആണുള്ളത്. സോ 1 എന്നൊരു നമ്പർ നമുക്ക് എണ്ണിയപ്പോൾ കിട്ടി. സോ ദിസ് സെറ്റ് ഇസ് ഫൈനൈറ്റ്. ദിസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. Next set, x such that x belongs to n and 2x minus 1 is equal to 0. So 2x minus 1 is equal to 0 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് ഇത്. അപ്പൊ നമുക്ക് നോക്കാം. 2x minus 1 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? അത് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാന്ന് പറയും. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് ഉള്ള ടേം മാത്രം ലെഫ്റ്റ് സൈഡിൽ വെച്ച് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. സോ ആദ്യം -1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ +1 ആവും. എക്സ് എന്താവും? 2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ട് 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. 2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ചെയ്യണം. 1/2 എന്ന ഒറ്റ വാല്യൂ ആണ് എക്സിന് നമുക്ക് കിട്ടുക. സോ ഈ 1/2 നാച്ചുറൽ നമ്പർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സെറ്റ് എഴുതാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്തുള്ള ഈ സെറ്റിനകത്തുള്ള എലമെന്റ്സ് ഒക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എക്സ് നാച്ചുറൽ നമ്പർ ആണോ? 1/2 ഇറ്റ്സ് നാച്ചുറൽ നമ്പർ ആണോ? 1/2 നാച്ചുറൽ നമ്പർ അല്ല. സോ ഈ ഒരു സെറ്റിനകത്ത് യാതൊരു എലമെന്റ്സും ഇല്ല. സോ ദിസ് സെറ്റ് ഇസ് എംപ്റ്റി സെറ്റ് ആണ്. ഗിവൺ സെറ്റ് ഇസ് ഈക്വൽ ടു എംപ്റ്റി. അപ്പോൾ ഒരു എംപ്റ്റി സെറ്റ് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? നമുക്കറിയാം എംപ്റ്റി സെറ്റ് ഇസ് ഫൈനൈറ്റ് ആണ്. സോ ദിസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. ദിസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. മറന്നു പോകരുത്, എംപ്റ്റി സെറ്റ് ഫൈനൈറ്റ് സെറ്റിൽ പെടുന്നതാണ്. ഓക്കെ, അടുത്ത സെറ്റിലേക്ക് നോക്കാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് പ്രൈം. സോ പ്രൈം നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതണം. So here this set is the set of all prime numbers. We know that set of prime numbers is infinite. Hence the given set is infinite. നമുക്ക് ഇത് ഈ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ
2 3 5 7 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സോ ദിസ് സെറ്റ് ഇസ് ഇൻഫൈനൈറ്റ് സെറ്റ്. ദിസ് ഈസ് ആൻ infinite set. Okay, next set, x such that x belongs to n and x is odd. ഓഡ് നമ്പറും നാച്ചുറൽ നമ്പറുമായ സെറ്റാണിത്. സോ അതിൽ എലമെന്റ്സ് ഏതൊക്കെയാ വരിക? ഓഡ് നമ്പറും ആയിരിക്കണം, നാച്ചുറൽ നമ്പറും ആയിരിക്കണം. സോ 1 3 5 7 എക്സെട്ര. എത്ര എണ്ണം ഉണ്ട്? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എത്ര എണ്ണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. there are infinite number of odd numbers. so this set is infinite. this is an infinite set. Exercise 1.2 question number 2. Which of the following sets are finite or infinite? ഇവിടെ നമുക്ക് കുറച്ച് സെറ്റുകൾ തന്നിട്ടുണ്ട്. ചിലതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നത്, ചിലത് റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. സോ നമുക്കത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. സോ ദ ഫസ്റ്റ് സെറ്റ് ഇസ് ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ. ഒരു വർഷത്തിലെ മാസങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം there are 12 months in a year. So this is a finite set. എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ കഴിഞ്ഞു. So this set is a finite set. This is a finite set. Next set റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. 1 2 3 എക്സെട്ര. 1 2 3 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന നമ്പേഴ്സിനെ we say natural numbers. We know that the set of natural numbers is not finite. So this is an infinite set. എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. So this is an infinite set. Next question. We have the set. Here the elements are 1 2 3 etc. 99, 100. ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്? ഹിയർ നമുക്ക് 100 നാച്ചുറൽ നമ്പേഴ്സ് 1 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് 1 2 3 ആദ്യത്തെ 3 നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ ആ എലമെന്റ്സിന്റെ ഒക്കെ കോമൺ പ്രോപ്പർട്ടി നമുക്ക് മനസ്സിലാവും. അങ്ങനെ 99, 100 ഇവിടെ സ്റ്റോപ്പായി. സോ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് പറയാം. there are 100 നാച്ചുറൽ നമ്പേഴ്സ്. സോ ദിസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇവിടെ നമുക്ക് ഈ ഒരു സെറ്റിനകത്ത് 100 നാച്ചുറൽ നമ്പേഴ്സ് 1 മുതൽ 100 വരെ 100 നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഉള്ളത്. So this is a finite set. അടുത്ത നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. The set of positive integers greater than 100. So 100ന് മുകളിലുള്ള പോസിറ്റീവ് ഇൻഡിജേഴ്സ്, അപ്പൊ 101, 102 അങ്ങനെ പോകും. സോ നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100 ഈസ് നോട്ട് ഫൈനൈറ്റ്. എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. സോ ദിസ് ഇസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. നെക്സ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. 99ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്, പിന്നെ 3 ആണ്, പിന്നെ 5 ആണ്, 7 ആണ്, അങ്ങനെ പോയിട്ട് 99 വരെയാണ് മാക്സിമം. 99ന് താഴെ, 99ന് തൊട്ട് താഴെയുള്ള പ്രൈം നമ്പർ എന്ന് പറയുന്നത് 97 ആണ്. 97 is a prime number. ഓക്കെ, അപ്പോൾ എലമെന്റ്സ് എല്ലാം എഴുതി നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ട്, എണ്ണാൻ നമുക്ക് പറ്റും എത്ര ഉണ്ടെന്ന്. So this set is finite. Okay, so we can write that the set of prime numbers less than 99 is finite. This is a finite set. Exercise 1.2 question number 3. State whether each of the following set is finite or infinite. അതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ എക്സാമ്പിൾസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഓരോന്നും വൃത്തിയിൽ തന്നെ എഴുതാൻ പഠിക്കണം. ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് 11th സ്റ്റാൻഡേർഡിലെ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കാണാം. ദി സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണാൻ കഴിഞ്ഞാൽ ദാറ്റ് സെറ്റ് ഇസ് ഫൈനൈറ്റ്, അതർവൈസ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്. സോ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ് ഇസ് എ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. സോ ഈ ആക്സിസിന് പാരലൽ ആയിട്ട് എത്ര ലൈൻസ് ഉണ്ടാവും? എണ്ണാൻ പറ്റുമോ എത്ര ഉണ്ടെന്ന്?
എണ്ണാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് lines can be drawn parallel to x-axis. So this is an infinite set. Okay. Next statement, the set of letters in the English alphabet. So how many letters are there in English alphabet? We know that there are 26 letters in English alphabet. A മുതൽ Z വരെ 26 letters ആണുള്ളത്. So ഒരു correct number ഉണ്ട്. So this set is a finite set. This is a finite set. Next statement, the set of numbers which are multiples of 5. The set of numbers which are multiples of 5. The multiples of 5 എന്ന് പറയുമ്പോൾ numbers ഏതൊക്കെയാണ്? 5 സ്റ്റാർട്ട് ചെയ്യും. 5, 10, 15, 20, 25, etc. അവസാനത്തെ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 5 ആയ ലാസ്റ്റ് നമ്പർ ഏതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് കാണാനും പറ്റില്ല. സോ ദിസ് സെറ്റ് ഇസ് നോട്ട് ഫൈനൈറ്റ്, ഇറ്റ് ഇസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. Okay, and the next statement, the set of animals living on the earth. ഭൂമിയിൽ എത്ര അനിമൽസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ ടു കൗണ്ട് അല്ലെ. നമ്മളെ പോപ്പുലേഷൻ തന്നെ നമുക്ക് കൗണ്ടബിൾ ആണ്. അതേപോലെ തന്നെയാണ് there are only finite number of animals living on the earth, even though the process of counting them is difficult. അത് കൗണ്ട് ചെയ്യാൻ ഉള്ളത് എളുപ്പമുള്ള കാര്യം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു കൗണ്ട് ദ നമ്പർ ഓഫ് അനിമൽസ് ലിവിംഗ് ഓൺ ദ എർത്ത്. സോ ദിസ് സെറ്റ് ഈസ് ഫൈനൈറ്റ്. ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ 0, 0. സോ നമ്മൾ ഇങ്ങനെ ഒരു 2D പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒറിജിൻ. ഓക്കെ, ഈ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന എത്ര സർക്കിൾസ് വരയ്ക്കാം? എത്ര വേണമെങ്കിലും സർക്കിൾസ് വരയ്ക്കാൻ കഴിയും അല്ലെ. എത്ര വേണമെങ്കിലും സർക്കിൾസ് നമുക്ക് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾസ് വരയ്ക്കാൻ പറ്റും. ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സർക്കിൾസ് ക്യാൻ ബി ഡ്രോൺ ത്രൂ ദ ഒറിജിൻ. സോ ദിസ് ഇസ് ആൻ ഇൻഫിനൈറ്റ് സെറ്റ്. Next type of set, singleton set. A set having only one element is called a singleton set. ഒരേ ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. A is equal to the set of even primes. നമ്മൾ കണ്ടതാണ്. സോ എയിൽ വരുന്ന എലമെന്റ്സ് ഏതാ? ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ, അത് 2 ആണ്. സോ ദിസ് കണ്ടെയ്ൻസ് ഓൺലി വൺ എലമെന്റ്. സോ ദിസ് ഇസ് എ സിംഗിൾട്ടൺ സെറ്റ്. അതേപോലെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ സെറ്റ് ബിൽഡപ്പ് ഫോമിൽ എഴുതാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 5 and 7. 5നും 7നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പറാണ്. അത് ഒരൊറ്റ നാച്ചുറൽ നമ്പറേ ഉള്ളൂ, 6. സോ ഈ ഒരു സെറ്റിൽ ഒരു എലമെന്റേ ഉള്ളൂ. സോ ദാറ്റ് സെറ്റ് ഇസ് കോൾഡ് സിംഗിൾട്ടൺ സെറ്റ്. These are the important types of sets. നമ്മൾ പഠിച്ചത് എംപ്റ്റി സെറ്റ് ആദ്യത്തെ ടൈപ്പ്, രണ്ടാമത് ഫൈനൈറ്റ് സെറ്റ്, മൂന്നാമത് ഇൻഫൈനൈറ്റ് സെറ്റ്, നാലാമത്തത് സിംഗിൾട്ടൺ സെറ്റ്. സോ ഇത്രയും സെറ്റാണ് ജനറൽ ആയിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റിൽ വരുന്നത്. സെറ്റിലെ എലമെന്റ്സിന്റെ ആ ഒരു പൊതുവായ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇനിയും നമുക്ക് സെറ്റുകളുണ്ട്. ഇനി നമ്മൾ 2 സെറ്റുകൾ തമ്മിൽ എടുത്താൽ അവയ്ക്ക് അവയുടെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് അവയ്ക്ക് പറയുന്ന പേരുകളാണ് പഠിക്കാൻ പോകുന്നത്.